നമ്മുടെ സഭയിലെ നേതൃത്വ ശുശ്രൂഷയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യേണ്ടത് എന്താണ്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങോട്ടാണ് ഈ നേതൃത്വം കൊടുക്കുന്നത്? ഈ മനുഷ്യർക്ക് സ്വർഗത്തിലേക്കാണ്, അല്ലേ? സ്വർഗത്തിലേക്കാണ് നമ്മുടെ പോക്ക്. സ്വർഗമാണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം. നമ്മുടെ പിള്ളേരോട് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ജീവിത ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്നതാണെന്ന് ആരെങ്കിലും പറയൂ? ഇനി ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ എന്നാ പറയും? അവനെന്തോ കുഴപ്പമുണ്ടെന്നേ പറയും, ഇവനെന്തോ പ്രശ്നമുണ്ട് കേട്ടോ. ആ ഒരു തരത്തിലേക്ക് എത്തി. പണ്ടങ്ങനല്ല. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യം പറയും, ആത്മരക്ഷയാണ്, അല്ലേ? ആത്മാക്കളെ രക്ഷിക്കണം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം വനിതാ സമാജത്തിന് ആൾ കുറഞ്ഞതോ കൂടുന്നതോ ഒന്നുമല്ല, സ്വർഗത്തിൽ പോകാനായിട്ട് ആൾ കുറയുന്നു എന്നുള്ളതാണ്, അല്ലേ? നിത്യജീവൻ പ്രാപിക്കാനായിട്ട് ആൾ കുറയുന്നു, അതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ഈ ആത്മീയ രംഗത്ത് നേതൃത്വം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ഇപ്പോൾ ഞാനിപ്പോൾ മെത്രാപ്പൊലിത്തയായി, 2 കോളേജും കൂടെ അങ്ങോട്ട് പണിതേക്കാം, 3 സ്കൂളും കൂടെ പണിയാം, 10 പള്ളി പണിയാം, വലിയ കുറച്ച് 2 സമ്മേളനം നടത്താം. ഇതൊന്നും പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ ചെന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഏത് ജീവിതാവസ്ഥയിലാണെങ്കിലും നമ്മുടെയൊക്കെ മക്കളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു വലിയ ബോധ്യം, അവർക്ക് നൽകേണ്ട ഒരു വലിയ ബോധ്യം, മക്കളെ എവിടെ പോയാലും നിന്റെ ആത്മാവിനെ നീ നഷ്ടപ്പെടുത്തരുത്. ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്തു ഫലം? അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ലക്ഷ്യം, ആ ഫോക്കസ് നമ്മൾ വിട്ടുപോകാതെ മുന്നോട്ട് പോകണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മീയതയിൽ വളർത്തുക, ദൈവത്തെ മറന്നു പോകാതെ അവരെവിടെയാണെങ്കിലും ജീവിക്കുക. ഈ നേതൃത്വ ശുശ്രൂഷയിലായിരിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്തായിരിക്കണം? ഒരു ശാന്തമായിട്ട് ശ്രവിക്കാനുള്ള ഒരു ഗുണമാണ്. ശാന്തതയിൽ ശ്രവിക്കുക. നിങ്ങൾ ഈ മറിയത്തിൻ്റെയും മർത്തായുടെയും കഥ കേട്ടിട്ടുണ്ട്, അല്ലേ? അവിടെ ചെന്നിട്ട് എന്താണ് സംഭവം? മറിയം നല്ല സുഖമായിട്ടിരുന്ന് ഈശോയുടെ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. മർത്തായാകട്ടെ പലവിധ കാര്യങ്ങളിൽ മുഴുകി വ്യഗ്രചിത്തയായിട്ട്. അവളാണെങ്കിൽ അടുക്കളയിൽ പോയി ഭയങ്കര ജോലിയാണ്. എന്നിട്ട് അവിടെ സ്വസ്ഥമായിട്ടിരിക്കുന്നുണ്ടോ? ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഓടി വന്ന് കർത്താവിനോട് പറയുക. എന്താണ് പറയുന്നത്? കർത്താവെ, നീ കാണുന്നില്ലേ, ഞാനിവിടെ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നു, എൻ്റെ സഹോദരിയോട് വന്ന് എൻ്റെ കൂടെ വന്ന് ജോലി ചെയ്യാൻ പറ. അവളുടെ മനസ്സ് നിറയെ അസ്വസ്ഥതയാണ്. 100 കൂട്ടം കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ്. ഭാവിയെക്കുറിച്ചുള്ള ചിന്ത, ഭൂതത്തെക്കുറിച്ചുള്ള ചിന്ത, പല കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത. കർത്താവ് കാണിച്ചു തരുന്ന ഒരു മാർഗ്ഗം ശാന്തതയുടേതാണ്, അല്ലേ? ഗിഫ്റ്റ് ഓഫ് സ്ലോയിങ് ഡൗൺ എന്ന് പറയും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വി നീഡ് ടു സ്ലോ ഡൗൺ. അവിടെയാണ് ഈശോയെ കേൾക്കാൻ അല്പം ശാന്തതയോടെ ആയിരുന്നു വേണ്ട. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആശങ്കപ്പെട്ട് ജീവിതം തീർക്കുന്നവരാണ്. എന്നോടൊരു സഹോദരി പണ്ട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. കല്യാണം കഴിക്കുന്നോടം വരെ കല്യാണം നടക്കുമോ എന്നുള്ള ടെൻഷനാണ്. ഇപ്പോൾ കല്യാണം നടക്കാത്തവർ എത്ര പേരാണ്, അല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ പുരുഷന്മാർ. ഞങ്ങളൊരിക്കൽ വിവാഹിതരാകാത്ത പുരുഷന്മാരുടെ 40 വയസ്സിന് താഴെയുള്ള പുരുഷന്മാരുടെ സമ്മേളനം, പുരുഷന്മാരുടെ സ്ത്രീകളുടെ സമ്മേളനം വിളിച്ചു കൂട്ടി. 900 പുരുഷന്മാരും 20 സ്ത്രീകളും വന്നു. പിന്നെ ആ സ്ത്രീകളാവപ്പാടെ പേടിച്ചു പോയി. അവരുടെ ഫോൺ നമ്പർ മേടിച്ച് ഈ 900 പേരും കൂടെ അവരെ ഫോൺ വിളിക്കാൻ തുടങ്ങി. അവരോർത്തത് ഇവരെല്ലാം വിളിച്ച് ഈ മെത്രാൻ എല്ലാവർക്കും പെങ്കൊച്ചുങ്ങളെ റെഡിയാക്കി കൊടുക്കും, അതിനായിട്ടാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. പക്ഷേ അവർ പിന്നെ പേടിച്ചു. അവർ പിന്നെ മീറ്റിങ്ങിന് പിന്നെ വിളിച്ചാൽ പുരുഷന്മാർ മാത്രമേ വരുള്ളൂ, സ്ത്രീകളാരും വരികയില്ല. വഴി വളരെ കുറച്ചേ ഉള്ളൂ. ആണുങ്ങൾ ഇഷ്ടം പോലെ. പണ്ടാണെങ്കിൽ പെണ്ണുങ്ങൾ പുരനിറഞ്ഞ് നിൽക്കുക എന്ന് പറയായിരുന്നു. ഇപ്പോൾ ആണുങ്ങൾ പുരയും നിറഞ്ഞ് മച്ചും പൊളിച്ച് തലയിട്ട് നിൽക്കുകയാണ്. കാരണം ഒരു സമയത്തൊന്നും ഇതുങ്ങൾ കല്യാണം കഴിക്കുകയില്ല. അതാണ് ഒരു പ്രശ്നം. പിന്നെ അങ്ങ് നിന്ന് അങ്ങ് പോവുകയാണ്. ഒന്നാമത് നേരെ പോയി പഠിക്കുകയില്ല. നമ്മുടെ ആണുങ്ങൾക്കുള്ള പ്രശ്നം അതല്ലേ, നേരെ പോയി പഠിക്കുകയില്ല, ഡിഗ്രി എടുക്കുകയില്ല, അല്ലേ? 10ാം ക്ലാസ് 12ാം ക്ലാസ് കഴിഞ്ഞ് ഞാനൊരിക്കൽ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പയ്യനെ കണ്ടു. മിടുകനാ. എന്നോട് ചോദിച്ചു, നീ എന്നാ എടുക്കുക? ഞാൻ ടെക്നിക്കലായിട്ട് പഠിക്കുക. ഞാൻ ചോദിച്ചു, എന്നതാ നീ എന്ത് ടെക്നിക്കാണ് നീ പഠിക്കുന്നത്? അവൻ പറയാം, മൊബൈൽ ഫോൺ നന്നാകാൻ പഠിക്കുക. ഞാൻ പറയാം, എടാ ഇത് നന്നായിക്കൊണ്ടിരുന്നാൽ നിനക്ക് പെണ്ണ് കിട്ടുമോ? ഓ, അതിനിപ്പോൾ ആർക്ക് പെണ്ണ് കെട്ടണമെന്ന് അവൻ പറയുന്നു. എന്നിട്ട് വയസ്സ് 40 ആകുമ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഏതായാലും കല്യാണം നടക്കുമോ എന്നുള്ള ടെൻഷനാണ് ആദ്യം. നടന്നു കഴിയുമ്പം ഇതാണല്ലോ മാതാവേ നടന്നതെന്നുള്ള ടെൻഷൻ. പിന്നെയുള്ള ടെൻഷൻ പിള്ളേരുണ്ടാകുമോ എന്നുള്ള ടെൻഷനാണ്. ഉണ്ടായി കഴിയുമ്പോഴോ, ഓ ഇതുങ്ങളാണല്ലോ ഉണ്ടായത്. കാരണം എന്നാ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ കൃത്യം അങ്ങോട്ട് വന്ന 2 ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. അതാണ്, പറഞ്ഞാലൊന്നും കേൾക്കുകയല്ല. അങ്ങനെ 2. പിന്നെ അതിൻ്റെ ടെൻഷൻ. പിന്നെ ഇതുങ്ങൾ നേരെ ജീവ വളർന്നു വരുമോ എന്നുള്ളൊരു ടെൻഷൻ.
ഇനി വളർന്നു വന്നാലോ ആദ്യം മുതൽ തുടങ്ങും എന്നാ ഇതുങ്ങളുടെ കല്യാണം നടക്കുവോ ആവും, അങ്ങനെ ടെൻഷൻ അടിക്കും. അത് കഴിയുമ്പോൾ പിന്നെ ഇതുങ്ങൾക്ക് മക്കളുണ്ടാവുമോ ആവും, ഇങ്ങനെ ടെൻഷൻ അടിച്ച് 80 വയസ്സാകുമ്പം കവളെല്ലാം കൊഴിഞ്ഞ് നമ്മളങ്ങ് മരിച്ചു പോകും. ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എൻ്റെ ശവോടൊക്കെ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് ചിന്തിക്കും കേട്ടോ. അത് ഗംഭീരമാണ് ആയിരിക്കും എന്നാണ് പറയുന്നത്. മെത്രാന്മാരുടെ അടക്കൊക്കെ ഗംഭീരമാണ്, മൂത്തുകൂടെയൊക്കെ ഇഷ്ടം പോലെ പിടിക്കും. അപ്പോൾ ഈ ടെൻഷൻ അടിച്ചുള്ള ജീവിതമാണ്. നമുക്കൊരല്പം ശാന്തതയുണ്ടെങ്കിൽ കൂടെയുള്ളവരെയൊക്കെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കാനുള്ളൊരു കഴിവാണ് നേതൃ ശുശ്രൂഷയിലുള്ളവർക്കുണ്ടായിരിക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ സന്ദേശത്തിൻ്റെ അനന്യത എന്താണ് എന്ന് പഠിപ്പിക്കും. നമ്മുടെ സുവിശേഷം ഉണ്ടല്ലോ പ്രിയപ്പെട്ടവർ, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സാധനമാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ പാപം, ശിക്ഷ എന്നൊക്കെ ചിലരതൊക്കെ വലിയ ഇതാണ്, ഇത് ഭയങ്കര പാപമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. പക്ഷെ സുവിശേഷം രക്ഷയുടെ ഒരു സന്ദേശമാണ് നമുക്ക് തരുന്നത്, ധൈര്യത്തിൻ്റെ ഒരു സന്ദേശമാണ് തരുന്നത്. സുവിശേഷത്തിൽ ജീവിക്കുന്ന നല്ല ധീരതയോടെ ജീവിക്കും. അവനെ ഭയപ്പെടുത്താനായിട്ട് പട്ടിണിയോ മരണമോ നഗ്നതയോ വാളോ ആപത്തോ ഒന്നിനും പറ്റിയല്ല. കുരിശിനെ നീ ഭയപ്പെടരുത്. നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന് ഇപ്പൊ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ആപത്ത് എന്നാണെന്നറിയാമോ? ഒന്നാമത് നമ്മളൊരു ന്യൂനപക്ഷമായി. നമ്മൾ 27% ഉണ്ടായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 1947. നമ്മളെല്ലാവരും കൂടെ അധ്വാനിച്ച് അത് 17 ഇനി ഇപ്പൊ സെൻസസ് എടുത്ത 14 ഉള്ളെന്നാണ് കേട്ടത്. നമ്മുടെ പിള്ളേർക്ക് വലിയ സാമ്പത്തികമായി സുസ്ഥിരത ഉണ്ടാവണം, അവർക്ക് ഒരു കുഴപ്പം ഉണ്ടാകുന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര കണക്കൂട്ടലുകളെല്ലാം നടത്തി കുഞ്ഞുങ്ങളെയൊക്കെ ജനിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം എന്ത് ചെയ്യേ? ഇപ്പം സമാജംകാരെല്ലാം വീട്ടിൽ പത്രവും വായിച്ചിരിപ്പുണ്ട്. ഈ അവസ്ഥയ്ക്ക് ആരാണ് കാരണക്കാരായി? എൻ്റെ മോൻ അമേരിക്കയിലാന്നൊക്കെ എന്നാ ഗമയ്ക്കാ പറഞ്ഞു നടക്കുന്നേ. എന്നിട്ട് ഈ പിള്ളേർ എന്ത് ചെയ്യേ? ആ ഒരു പിടിയില്ല. അതാണ് നമ്മുടെ ഒരു നമ്മൾ തന്നെ സ്വയം കുഴി കുഴിച്ചുകൊണ്ട്, അതിന് വേറെ ആരെയും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ കുഴി കുഴിച്ച് ഈ പോക്ക് പോയാൽ ജനസംഖ്യയെല്ലാം കുറഞ്ഞു രാഷ്ട്രീയക്കാരൊന്നും നമ്മളെ മൈൻഡ് ചെയ്യാത്ത ഒരു കാലം വരും. കാരണം അവർക്ക് വോട്ടുള്ളവൻ്റെ പിന്നാലെ അവർ പോകും, അവരെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്ത വേണം. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിക്ക് പിള്ളേർ കുറഞ്ഞു പോയെന്ന് ഞാൻ പറയാം. വളർത്താൻ ധൈര്യമില്ലാണ്ട് പോയി. അത്ര എൻ്റെ അപ്പനും അമ്മയ്ക്ക് 7 മക്കളുണ്ടായിരുന്നു, 7ാമനാണ് ഞാൻ. നമ്മുടെ കാരണവന്മാർക്ക് 12 മക്കളും 16 മക്കളും ഒക്കെ ഉണ്ടായത് വലിയ സാമ്പത്തിക സുരക്ഷിതത്വവും അവർക്ക് പഠിക്കാനായിട്ട് വലിയ AC എയർ കണ്ടീഷൻ സ്കൂളും ഒന്നും ഉണ്ടായിട്ടൊന്നും അല്ല. അവർക്ക് ദൈവത്തിന്റെ പദ്ധതിയിലുള്ള ഒരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു, പിന്നെ നല്ല ധൈര്യം ഉണ്ടായിരുന്നു. വരുന്നിടത്ത് വെച്ച് കാണാം. അത്ര തന്നെ. ഒരു മത്സര പരീക്ഷ എഴുതാൻ പോലും ധൈര്യമില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിയതിൻ്റെ പിന്നിൽ ആരാണ് നമ്മൾ ചിന്തിക്കണം. നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ ഇതുങ്ങളെ പൊതിഞ്ഞ് വളർത്തി പ്ലാസ്റ്റിക് കൂട്ടിലിട്ട് പിള്ളേരെ വളർത്തുന്ന പോലെ വളർത്തി ഒരു ജോലിയും ചെയ്യിക്കത്തില്ല. അവന് ഒന്നും അറിയത്തില്ല. നമ്മൾ പ്രായോഗിക ബുദ്ധിയില്ലാത്ത, പരിശീലനമില്ലാത്ത കുറേ കുഞ്ഞുങ്ങളെയെല്ലാം ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് നമ്മൾ തന്നെ ഇതുങ്ങളുടെ വിഭവശേഷിയെ തളർത്തുകയാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ ഈ കുരിശിൻ്റെ സന്ദേശം എന്നൊക്കെ പറയുന്നത് പ്രിയപ്പെട്ടവരെ പള്ളി മാത്രമല്ല കേട്ടോ, അത് ജീവിതത്തിലുണ്ട്. നമ്മളെ ധൈര്യപ്പെടുത്തുന്ന, ധീരതയോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തമായ വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം. ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു സാധനമാണത്. അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസം ജീവിക്കുന്നവന് സ്നേഹം കൂടുതലാണ്, അവന് ധൈര്യം കൂടുതലാണ്, അവന് സാധാരണ തിരിച്ചടികളൊന്നും അവന് പ്രശ്നമല്ല. അവന് രോഗം വന്നാലും ദുരിതം വന്നാലും അവൻ്റെ ജീവിതത്തിൽ വേർപാടുകൾ ഉണ്ടായാലും വിശ്വസിച്ച്, കുരിശിൽ മരിച്ച് ഉയർത്ത കർത്താവിൽ വിശ്വസിച്ച് അവൻ അതിനെയെല്ലാം നേരിടുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ക്രൈസ്തവ സമൂഹങ്ങൾ എവിടെല്ലാം രൂപപ്പെട്ടോ അവിടെ നമ്മൾ നമ്മളെ മാത്രം ഓർത്ത ആൾക്കാരല്ല. നമ്മൾ പൊതുസമൂഹത്തിനു വേണ്ടി സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അവരെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് വളർത്തിയ ചരിത്രമാണ് ക്രൈസ്തവ സഭകൾക്കുള്ളത്. കേരളത്തിലെ വിദ്യാഭ്യാസ ചരിത്രം എടുത്തു നോക്കിയാൽ എല്ലാവർക്കും ജാതി മത ഭേദമന്യേ ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കാൻ അവസരം കൊടുത്തത് നമ്മുടെ ക്രൈസ്തവ വിദ്യാലയങ്ങളാണെന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ്. നമ്മൾ എന്തുകൊണ്ടത് ചെയ്തു? ക്രൈസ്തവ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു.